ഗർഭധാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറെ വ്യത്യാസങ്ങൾ ശാരീരികമായും മാനസികമായും വരുത്തുന്ന ഒന്ന്. ഹോർമോൺ വ്യത്യാസങ്ങളാണ് പലതരത്തിലുള്ള ഇത്തരം വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ അടുത്ത കാത്തിരിപ്പ് ആരോഗ്യമുള്ള കുഞ്ഞ് എന്നതായിരിക്കും. അതിനൊപ്പം തന്നെ വയറ്റിലെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനും പലർക്കും ആകാംക്ഷയുണ്ടാകാം. ഇതിനായിട്ട് സ്കാനിങ് അടക്കമുള്ള ആധുനിക മെഡിക്കൽ രീതികൾ ഉണ്ടെങ്കിലും ഇതെല്ലാം നിയമപ്രകാരം തെറ്റാണ്. കാരണം കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നിയമപരമായി സാധുതയില്ലാത്തതാണെന്നത് തന്നെ. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും ചില പരമ്പരാഗത വഴികളിലൂടെ കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം പറയുന്ന ചില വഴികളുണ്ടായിരുന്നു. പൂർണ്ണമായി ശരിയാണെന്ന് പറയാനാകില്ലെങ്കിലും ചിലതെങ്കിലും രസകരമായി തോന്നുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ചില വഴികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഗർഭിണിയുടെ വയറിന്റെ സ്ഥാനവും വലിപ്പവും നോക്കിയിട്ട്. ഗർഭിണിയുടെ വയറിന്റെ വലിപ്പവും സ്ഥാനവും എല്ലാം തന്നെ ആൺ പെൺ കുഞ്ഞുങ്ങളുടെ നിർണയത്തിന് പ്രധാനമായി പരമ്പരാഗത രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വയറ്റിലെ കുഞ്ഞിന്റെ ചവിട്ടും പ്രധാനമായി കാണുന്നു. വയറ്റിലെ കുഞ്ഞ് കൂടുതൽ ചവിട്ടിയാൽ ഇത് ആൺകുഞ്ഞാണെന്നാണ് പറയുന്നത്. ചവിട്ട് കുറഞ്ഞാൽ പെൺകുഞ്ഞ്. വയറിന്റെ വലിപ്പം കൂടുതലെങ്കിൽ പെൺകുഞ്ഞും, കുറവെങ്കിൽ ആൺകുഞ്ഞും എന്നതാണ് വിശ്വാസം. ഇതുപോലെ വയർ താഴേക്ക് ഇറങ്ങിയെങ്കിൽ അത് ആൺകുഞ്ഞിന്റെ സൂചന എന്ന് പറയാം. മുകളിലേക്ക് കയറിയിട്ടാണുള്ളതെങ്കിൽ പെൺകുഞ്ഞും. വയറിന്റെ ആകൃതി പന്ത് പോലെയെങ്കിൽ ആൺകുഞ്ഞും, തണ്ണിമത്തന്റെ ആകൃതിയിലാണെങ്കിൽ പെൺകുഞ്ഞും എന്നാണ് വിശ്വാസം. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ചില ഭക്ഷണങ്ങളോട് താല്പര്യം തോന്നുന്നത് സാധാരണയാണ്. ചിലതിനോട് വെറുപ്പും തോന്നും. ഇതെല്ലാം ഗർഭകാലത്തുണ്ടാകുന്ന സാധാരണ മാറ്റങ്ങളാണ്. അതുമാത്രമല്ല, ചില ഭക്ഷണങ്ങളോടുള്ള താല്പര്യക്കുറവും എല്ലാം കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്താനുള്ള വഴിയായി കാണുന്നു. അമ്മയ്ക്ക് മധുരക്കൊതിയെങ്കിൽ പെൺകുഞ്ഞും, എരിവും പുളിയുമാണ് പ്രിയമെങ്കിൽ ആൺകുഞ്ഞും എന്നാണ് വിശ്വാസം. ഇത്തരം വഴികളുടെ സയന്റിഫിക് വശങ്ങളെ കുറിച്ച് ഇപ്പോഴും കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ല. അതിനാൽ തന്നെ ഇവ 100% ശരിയാണെന്ന് കരുതാനും ആവില്ല. വിവാഹമോതിരം ഉപയോഗിച്ച് ഇത്തരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. വിവാഹമോതിരം ഉപയോഗിച്ചുള്ള ഈ രീതി ചില വിദേശ രാജ്യങ്ങളിൽ പോലും പിന്തുടർന്നു വരുന്ന ഒന്നാണ്. വയറിന് മുകളിലായിട്ട് മോതിരം പിടിച്ചുള്ള വിദ്യയാണ്. വിവാഹമോതിരം ഒരു നൂലിൽ കെട്ടി വയറിന് നേർക്ക് ഉയർത്തിപ്പിടിക്കുക. ഇത് വൃത്താകൃതിയിൽ നീങ്ങിയാൽ പെൺകുഞ്ഞും, മുന്നോട്ടും പുറകോട്ടുമായാണ് നീങ്ങുന്നതെങ്കിൽ ആൺകുഞ്ഞെന്നുമാണ് കണക്കുകൂട്ടൽ. ഇത്തരം വഴികളുടെ സയന്റിഫിക് വശങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ല. അതിനാൽ തന്നെ ഇവ 100% ശരിയാണെന്ന് പറയാനും ആവില്ല. അതുപോലെ മറ്റൊന്നാണ് ഗർഭകാലത്ത് മാറിടത്തിന്റെ വലിപ്പം നോക്കിയിട്ട് പ്രഡിക്ഷൻ നടത്തുന്നത്. ഗർഭകാലത്ത് മാറിട വലിപ്പം വർദ്ധിക്കുന്നത് സാധാരണയാണ്. ഇത് ഈസ്ട്രജൻ ഹോർമോൺ വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അത് നോക്കിയിട്ടും കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം കണക്കാക്കാറുണ്ട്. എന്നാൽ 3 ഇരട്ടിയോളം വലിപ്പമേറുകയാണെങ്കിൽ പെൺകുഞ്ഞായിരിക്കുമെന്നാണ് വിശ്വാസം. ഡോപ്ലർ എന്നതിലൂടെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പറിയാം. ഇത് മിനിറ്റിൽ 140 കൂടുതലെങ്കിൽ പെൺകുഞ്ഞ്, അല്ലെങ്കിൽ ആൺകുഞ്ഞ്. വയറ് ബോൾ ആകൃതിയിലാണെങ്കിൽ ആൺകുഞ്ഞും, ഇത് തണ്ണിമത്തൻ ആകൃതിയിലാണെങ്കിൽ പെൺകുഞ്ഞും എന്നാണ് വിശ്വാസം. വയറ് താഴേക്ക് ഇറങ്ങുന്നത് പ്രസവം അടുക്കുമ്പോഴാണെന്ന് പറയാം. അതായത് കുഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ. ഗർഭിണികളിലെ ഹോർമോൺ വ്യത്യാസങ്ങൾ ചർമ്മത്തിലും വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. ചിലരിൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലരിൽ സൗന്ദര്യം വർദ്ധിക്കാം. ഇത് നോക്കിയിട്ടും ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കാറുണ്ട്. അമ്മയുടെ സൗന്ദര്യം കൂടുകയാണെങ്കിൽ പെൺകുഞ്ഞാണെന്ന് പറയും. നിറം കുറയുകയാണെങ്കിൽ ആൺകുഞ്ഞു. കുട്ടി ആണാണോ പെണ്ണാണോ എന്നതിലല്ല കാര്യം. ജനിക്കുന്ന കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.